ഹായ്. ഇപ്പം എനിക്കൊന്ന് മോസ്റ്റ് പ്രോബബിളി തിരുവണ്ണാമലയിൽ എൻ്റെ അവസാനത്തെ ദിവസമായിരിക്കും. ഇത് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ പോവാണ്. വന്നപ്പോൾ ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു, പല വീഡിയോസൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. എല്ലാം എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പല കാര്യങ്ങളിലായിട്ട് അങ്ങനെ ബിസിയായി അങ്ങ് പോയി. അപ്പോൾ പോണതിന് മുമ്പൊരു വീഡിയോ എടുക്കണം തോന്നി. ബാക്കിൽ അരുണാചലുണ്ട്, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന പോലെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ലൈഫ് ആർക്കും ഈസി ആയിരുന്നില്ല അല്ലേ? ഒരിക്കലും ഈസി ആയിരുന്നില്ല. എനിക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മൾ ഈസി ആണെന്ന് വിചാരിച്ച ആർക്കുമോ ലൈഫ് ഈസി ആയിരുന്നില്ല. നമ്മളൊരാളുടെ കയ്യിൽ ഒരു പണം ഉണ്ടെങ്കിൽ വിചാരിക്കും ലൈഫ് അയാൾക്ക് ഈസി ആണെന്ന്. ഇല്ലെങ്കിൽ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലാതെ, അത് ബന്ധങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളുടെ നമുക്ക് തോന്നും ഓക്കെ അയാൾക്ക് ലൈഫ് ഈസിയാണ്. അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത ഒരാളെ കാണുമ്പോൾ കല്യാണം കഴിച്ച ഒരാൾക്ക് തോന്നോ അയാൾക്ക് ലൈഫ് ഈസിയാണ്. തിരിച്ച് സംഭവിക്കും. ഇപ്പം എല്ലാവർക്കും മറ്റുള്ളവരുടെ ലൈഫ് ഈസി ആണെന്ന് തോന്നിയാലും സ്വന്തം ലൈഫ് ഈസി ആണെന്ന് തോന്നില്ല. നോക്കൂ, ഞാൻ എൻ്റെ കയ്യിൽ പലതും ഇല്ലാതിരുന്ന കാലത്ത് വളരെ ഹാപ്പിയായി ജീവിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ പലതും ഉണ്ടായിരുന്ന കാലത്ത് വിഷമത്തിലും ജീവിച്ചിട്ടുണ്ട്. ബേസിക്കലി ഇത് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ് അല്ലേ? മനസ്സാണ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ഹാപ്പിയായി തീരുമോ അല്ലാതെ നമ്മൾ ഉള്ള കാര്യത്തിൽ വിഷമിക്കുമോ എന്നുള്ളത്. മറ്റേ അൾട്ടിമേറ്റ് റിയാലിറ്റി ഇതൊന്നൊരു മാറ്ററേ അല്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ അല്ലാതെ മറ്റു ചില ആളുകളൊക്കെ എന്നോടിങ്ങനെ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ഞാനിതൊക്കെ ഉപേക്ഷിച്ച് പോയാൽ എനിക്ക് സമാധാനം ഉണ്ടാകുമോ, അല്ലെങ്കിൽ കുറച്ചുകൂടി പണമില്ലാതെ ഞാനങ്ങനെ ആത്മീയതയിലേക്ക് വരും എന്ന് ചോദിക്കുന്നവരുണ്ട്. എൻ്റെ കയ്യിൽ പണമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാതെ എവിടെയെങ്കിലും വെറുതെ ഇരുന്നാൽ എനിക്ക് ബോധോദയം ലഭിക്കുമെന്ന് ചോദിക്കുന്നവരുണ്ട്. ബേസിക്കലി ഇവരുടെയൊക്കെ വിധി എന്താണെന്ന് എനിക്കറിയില്ല. അവരുടെയൊക്കെ അൾട്ടിമേറ്റ്ലി ഡെസ്റ്റിനി എന്താണെന്ന് എനിക്ക് യാതൊരു ധാരണയില്ല. ഞാനും വളരെ ആക്സിഡൻ്റലായിട്ട് വന്നു എങ്ങനെയോ അറിയാത്ത കുറേ കാര്യങ്ങളെപ്പറ്റി ആരോ പറയുന്നുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എങ്ങോട്ടാണ് ഈ ജീവിത യാത്ര പോകുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഒരേ കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇൻടോക്സിക്കേറ്റഡ് ആവും. അതായത് ഒരു മദ്യമോ മയക്കുമരുന്നോ ഇല്ലാതെ തന്നെ ഒരു ഭയങ്കര സുഖം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ആ സുഖത്തിൻ്റെ ഫ്ലോയിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അകത്തുള്ളതോ പുറത്തുള്ളതോ ആയ മറ്റു കാര്യങ്ങളും നമ്മൾ ബാധിക്കില്ല. അപ്പോൾ തെരുവിൽ ഉറങ്ങിയാൽ നമ്മൾ സ്വസ്ഥമായിട്ട് ഉറങ്ങും എന്നുള്ളതേ ഉള്ളൂ. എന്ന് വെച്ച് നമ്മൾ തെരുവിൽ ഉറങ്ങിയാൽ മാത്രമേ സ്വസ്ഥമായിട്ട് ഉറങ്ങൂ അങ്ങനെയൊന്നുമില്ല. ഏത് 7 സ്റ്റാർ ഹോട്ടലിൽ കിടന്നാലും ഉറങ്ങാൻ പറ്റും സ്വസ്ഥമായിട്ട്. എല്ലാവരും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാളെ ആത്മീയപരമായ കാര്യം പറഞ്ഞാൽ കേൾക്കാൻ ആളുകൾ റെഡിയല്ല. ഇതൊക്കെ പറയാം ഇവ ആരാണ് എന്നവർ വിചാരിക്കും. എന്നാൽ വളരെ ദൂരത്ത് നിന്ന് ഒരാൾ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു ആത്മീയപരമായ കാര്യമോ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇയാൾക്ക് എന്തോ അറിയാം എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. കാരണം നമുക്ക് അയാൾ പേഴ്സണലി അറിയില്ല. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു വ്യക്തിയുടെ ജീവിതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുമ്പോൾ അയാൾ വേറൊരു ആസ്പെക്റ്റിലൊരു കാര്യം സംസാരിച്ചാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. കാരണം നമ്മൾ അയാൾക്ക് പറ്റി നമുക്കറിയാമെന്നുള്ള മുമ്പ് അറിയാവുന്ന മറ്റു കാര്യങ്ങൾ വെച്ച് അയാൾ ഓൾറെഡി ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു. അയാൾക്കൊരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ആ ഇമേജിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഇമേജിൽ നിന്ന് എന്ത് കാര്യം അയാൾ പറഞ്ഞാലും ആ ഇമേജിൻ്റെ ഉടമ പറയുന്നതല്ലേ ഇതിനത്രയ്ക്കുള്ള വിലയുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. തിരിച്ചും സംഭവിക്കും, ഇത് വൈസ് വേഴ്സയും സംഭവിക്കും. എന്തിനാണ് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത്? നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയുടെ ഉള്ളിൽ പോലും ഉള്ളത് ഒരേ ആത്മാവാണ്. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്തിരുന്ന് വളരെ ബ്യൂട്ടിഫുള്ളായ ബാക്ക്ഗ്രൗണ്ടിലിരുന്ന് വീഡിയോ ചെയ്യുന്ന ആളുടെ ബാക്കിലും ഉള്ളത് ഒരേ കാര്യമാണ്. സോ ബേസിക്കലി ദർ ഈസ് നോ ഡിഫറൻസ്. നമ്മൾക്ക് ഈ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിഷ്ടപ്പെട്ട ഒരു ആത്മീയ ഗുരു, അദ്ദേഹം നാളെ നമ്മളെ ഈ ഇമേജ് കണ്ട് ഈ ഒരു വീഡിയോ കണ്ട് നമുക്ക് അയാൾ അദ്ദേഹത്തിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ആ ഇമേജിന് വിഭിന്നമായ ഒരു കാര്യം അയാൾ ചെയ്തൊന്ന് കേൾക്കുകയോ ആരെങ്കിലും പറഞ്ഞറിയുകയോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഗുരുവിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ ആ ഒരു ആത്മീയപരമായ വീഡിയോ ചെയ്യുന്ന ആളുടെ അടുത്തുള്ള ഫുൾ ഇമേജ് ഷാർട്ടറായി പോകും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്?
നമുക്ക് ഓൾറെഡി ഒരു ഇമേജ് ഉള്ളത് കൊണ്ടാണ് അയാളെ പറ്റി. അപ്പോൾ ഞാനിത് പറയേണ്ട കാരണം സിമ്പിളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാത്തിനെയും ഒരു ഇമേജിൽ നിന്നാണ് കാണുന്നത്. ഇപ്പം എന്നോട് ഒരാളെ പറഞ്ഞ് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഞാനിവിടെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഭാഗ്യമുള്ളത് കൊണ്ട് ഇവിടെ എത്താൻ സാധിച്ചു. എനിക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ വീട്ടിലായിപ്പോയി. തെറ്റിദ്ധാരണയാണ്. ഭാഗ്യം തീരുമാനിക്കുന്നത് നമ്മൾ ആത്മാവിലാണോ മനസ്സിലാണോ എന്നുള്ള കാര്യം മാത്രമാണ്. തിരുവണ്ണാമലയിൽ ഒരുപാട് പേരിരിപ്പുണ്ട്. അവരൊക്കെ ഭാഗ്യം ചെയ്ത ആളുകളാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. തെറ്റിദ്ധാരണയാണ്. ആത്മീയപരമായ ഒരു ചിന്തയും ഇല്ലാതെ എത്രയോ ആളുകളുടെ ഉണ്ട്. മെറ്റീരിയലിസ്റ്റിക്കായിട്ട് അഡിക്റ്റഡായി പൈസയ്ക്ക് ഒരു രൂപ വഴിയെ ഇപ്പോൾ ഗിരിവലം പോകുന്ന ആളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ വേണ്ടി എത്ര പേരോട് ഇരിക്കുന്നുണ്ട്. അവർക്കിതൊരു മണി മേക്കിംഗ് സാധനം മാത്രമാണ്. എന്നാൽ ഇതിനെ ഒരു ശിവനെ പോലെ കാണുന്നവർക്ക് തിരുവണ്ണാമല ശിവൻ തന്നെയാണ്, അല്ലേ? ഇതെല്ലാം നമ്മുടെ പെർസ്പെക്റ്റീവിൻ്റെ കാര്യങ്ങളാണ്. നമ്മൾ ആളുകളെ ജഡ്ജ് ചെയ്യുന്നു. നമ്മൾ ആത്മാവിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ ക്യാരക്ടറിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊട്ടും ഓപ്പൺ അല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ വിശാലമായൊരു തുറന്ന മനസ്സോടുകൂടി എല്ലാം കാണുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരൊറ്റ പ്രവൃത്തി തന്നെ നമ്മൾ ഡീകണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കും. ആ ഡീകണ്ടീഷനിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് സ്വസ്ഥാവസ്ഥ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവും. സ്വസ്ഥമായി ഒന്നിനും അറ്റാച്ച്ഡ് അല്ലാതെ റിലാക്സ്ഡായി ഒഴുകിപ്പോകുന്നൊരു മനസ്സ്, ധാവോയിസത്തിൽ ലാവോയിസം ഒക്കെ പറഞ്ഞ പോലെ വെള്ളം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു ജീവൻ, അതിനാണ് യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ കഴിയുക. ഒന്നിനെയും പുഷ് ഔട്ട് ചെയ്യാതെ, ഒന്നിനെയും വലിച്ചുള്ളിലേക്ക് എടുക്കാതെ അങ്ങനെ 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 പോകാൻ പറ്റണം. അങ്ങനെ പോകാൻ പറ്റിയാൽ എന്ത് സംഭവിക്കും? സ്റ്റിൽ, അല്ലേ? യു ആർ വെയിറ്റിംഗ് ഫോർ മീ ടു സേ ദി ആൻസർ. നിങ്ങൾ ഞാനടുത്ത് എന്താണ് പറയാൻ വേണ്ടിയെന്ന് കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കാര്യമില്ല, നിങ്ങളത് സ്വയം തിരിച്ചറിയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം കൂടി അവസാനമായിട്ട് പറഞ്ഞ് വേണം വീഡിയോ അവസാനിപ്പിക്കാൻ. ഞാൻ തിരുവണ്ണാമലയിൽ വരുന്നത് കൊണ്ടോ ഇതുമായി റിലേറ്റ് ചെയ്ത വീഡിയോസൊക്കെ ചെയ്യുന്നത് കൊണ്ടോ എന്നോട് ആളുകൾ ഇങ്ങനെ പലതവണയായി ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങൾ ഒരു വളരെ സാത്വികനായ മനുഷ്യനാണ്, നിങ്ങൾക്ക് ഭഗവാന്റെ മഹത്തായ അനുഗ്രഹങ്ങളുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ എല്ലാവരോടും ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്, ഞാനൊരു സാത്വിക ഭാവമുള്ള മനുഷ്യനല്ല. എന്തോ ഒരു പ്രേരണ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഹാപ്പനിങ് കൊണ്ട് കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തു. അത് കുറച്ച് പേര് കണ്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്കത് ഉപകാരപ്പെട്ടെങ്കിൽ നല്ലത്, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്നെ പറ്റിയും ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇമേജ് നാളെ നിങ്ങളെ വലിയ വിഷമത്തിലേക്ക് കൊണ്ടുപോകും. കാരണം നിങ്ങളാരും വിചാരിക്കുന്ന പോലെ രമണ മഹർഷിയെ പോലെ, അല്ലെങ്കിൽ രമണ മഹർഷിയായിട്ട് കമ്പയറബിളേ അല്ല, എനിക്ക് അത് നിങ്ങളെ കമ്പയർ ഇല്ലാന്ന് തോന്നുന്നു. ഒരു ഉദാഹരണം പറയാൻ ആരാ, അല്ലെങ്കിൽ ഒരു സന്യാസി എന്ന് പറയാം, ആ ഒരു ഭാവത്തിലാണ് എന്നെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയ തെറ്റിദ്ധാരണയാണുള്ളത്. ഞാൻ ഈ പറയുന്നതോ ചെയ്യുന്നതോ കാര്യങ്ങൾക്കൊന്നും ഞാനൊരു അവകാശിയല്ല. ഇത് ഒരു ഹാപ്പനിങ്. നാളെ ഇതൊന്നും എനിക്ക് പറയണ്ടെന്ന് തോന്നിയാൽ ഞാൻ പറയാതിരിക്കും. ഇതിന് വിഭിന്നമായ എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ ഞാനത് പറയുകയും ചെയ്യും. അപ്പം നിങ്ങൾ എന്നിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഡിപ്പെൻഡൻ്റ് ആയാൽ നിങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവൂ. എന്നിലെന്നല്ല, ആരിലായാലും. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഉള്ളിലാണ് യഥാർത്ഥ തിരുവണ്ണാമലയും അരുണാചലേശ്വരനും ശിവനും രമണ മഹർഷിയും എല്ലാവരും മനസ്സിലാക്കുക. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ ഉണ്ട്. അതൊരു ഈസി ടാസ്ക് ഒന്നും ആയിരിക്കില്ലെന്ന് എനിക്കറിയാം. ചിലർക്ക് ചിലപ്പോൾ ഈ ജന്മം പോരാതെ വരും, ചിലർക്ക് ചിലപ്പോൾ ഈ സമയവും മതിയാവും. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യു. സോ തീർച്ചയായും ആരെയും ജഡ്ജ് ചെയ്യാതെ, ഒന്നിനെയും ജഡ്ജ് ചെയ്യാതെ വളരെ ഓപ്പണായ ജീവിതത്തെ കാണും. സംഭവിക്കുന്നതെല്ലാം ചിലപ്പോൾ നല്ലതായിരിക്കും. നമുക്ക് ഇവിടെ ബിയോണ്ട് ഗോഡ്സ് വിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിശ്ചയം അല്ലെങ്കിൽ പ്രകൃതിയുടെ നിശ്ചയം മാത്രമേ സംഭവിക്കുകയുള്ളൂ. ദൈവമായിട്ട് കാണണോ, പ്രകൃതിയായിട്ട് കാണണോ, മറ്റെന്തെങ്കിലും ആയിട്ട് കാണണോ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ എല്ലാം ഓൾറെഡി പ്രെഡിറ്റർമെൻ്റ് ആണ്. ദർ ഈസ് നോ എസ്കേപ്പ് ഫ്രം ഇറ്റ്. നിങ്ങളുടെ മെൻ്റൽ ലോക്കിൽ നിന്നാണ് നിങ്ങൾക്ക് ശരിക്കും എസ്കേപ്പ് ആകാൻ പറ്റുന്നത്. നിങ്ങളുടെ മൈൻഡ് തീരുമാനിക്കണം എങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്ന്. ഇപ്പം
എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഒരു ഇമേജ് വന്ന് കിടക്കുകയാണ്. അപ്പം എല്ലാം പ്രെഡിറ്റർമെൻ്റ് ആണ്, സോ എനിക്കിനി രക്ഷയില്ല. ആരാണിത് പറയുന്നത്? മനസ്സാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡുള്ള ഒരാൾക്ക് മനസ്സ് പറയും എല്ലാം പ്രെഡിറ്റർമെൻ്റ് ആണ്, അപ്പോൾ എനിക്ക് എല്ലാം ഇനി നല്ലതേ സംഭവിക്കൂ. അപ്പോൾ അയാളുടെ മനസ്സ് ആ ഒരു പാത്തിൽ പോകും. നമുക്ക് രണ്ട് ഇതിലായാലും മൈൻഡിൻ്റെ മൂവ്മെൻറ്റ് ചിലപ്പോൾ പ്രെഡിറ്റർമെൻ്റ് ആയിരിക്കില്ല. മൈൻഡിൻ്റെ മൂവ്മെൻറ്റ് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യും. ഫിസിക്കൽ ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുബന്ധമായിരിക്കും കർമ്മം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലെ ആക്സിഡൻ്റലാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾക്കൊരു ധാരണയുണ്ട് എവിടേക്ക് പോകണം, എങ്ങനെ പോകണമെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ആത്മീയപരമായ ഒരുപാട് പുസ്തകങ്ങളും വീഡിയോസൊക്കെ ഓൾറെഡി കണ്ടു കഴിഞ്ഞവരാണ്. നമുക്കിതൊരു അഡിക്ഷൻ ആണല്ലേ, നമുക്ക് വീണ്ടും വീണ്ടും ഇത്തരം വീഡിയോസ് കാണുമ്പോൾ ഒരു സുഖം കിട്ടും. നിങ്ങൾ അതിനെപ്പറ്റിയൊന്നും പറയിടാവാതെ, പ്രീഡിറ്റർമിനേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പറയിടാവാതെ ഒരു ഗുരുവിലോ പ്രകൃതിയിലോ വിശ്വസിച്ച് എനിക്ക് സംഭവിക്കുന്നതെല്ലാം പ്രീഡിറ്റർമെൻ്റ് ആണെങ്കിലും അത് മനോഹരമായി തന്നെ സംഭവിക്കും, അതാണ് എൻ്റെ വിധി, ദൈവം എനിക്കതാണ് തന്നതെന്ന് വിചാരിച്ചാൽ അത് തന്നെ ആയിരിക്കും. നോക്കൂ, ഇത് നമ്മുടെ പെർസ്പെക്റ്റീവിൻ്റെ ഒരു വ്യത്യാസമാണ്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് മാറുന്നതനുസരിച്ച് കർമ്മവും ഒഴുകിക്കൊണ്ടിരിക്കും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ പാരഡോക്സിക്കലായിട്ട് തോന്നും. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. സാരമില്ല, അക്സെപ്റ്റ് ചെയ്യണ്ട. നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ അറിയുന്ന കാര്യങ്ങൾക്കേ ഒരു ലാസ്റ്റിംഗ് ഉണ്ടാവുള്ളൂ, നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. ഞാൻ പറയുന്നതോ മറ്റാരെങ്കിലും പറയുന്നതോ ആയ കാര്യങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവില്ല. നിങ്ങളുടെ സ്വയം ആത്മാവിൽ നിന്ന് അറിയുന്ന കാര്യത്തിന് മാത്രമേ നിലനിൽപ്പുണ്ടാവുള്ളൂ. ഓക്കെ, താങ്ക് യു.